2024 ജൂൺ 12-ന് ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നായി അടയാളപ്പെടുത്തപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം നിമിഷങ്ങൾക്കകം നിലം പതിച്ചപ്പോൾ പൊലിഞ്ഞത് 242 ജീവനുകളാണ്. മരണപ്പെട്ടവരിൽ 169 ഇന്ത്യക്കാരും 53 ബ്രിട്ടീഷ് പൗരന്മാരും 7 പോർച്ചുഗീസ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും ഉൾപ്പെട്ടിരുന്നു. ഈ ദുരന്തം കേവലം ഒരു വിമാന അപകടത്തിനപ്പുറം നിരവധി കുടുംബങ്ങളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും തകർത്ത് കളഞ്ഞ ഒരു ദുരന്തമായിരുന്നു. പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത ജി നായരുടെ മരണം ഈ ദുരന്തത്തിന്റെ തീരാവേദനയുടെ ഒരു പ്രതീകം കൂടിയാണ്. പുല്ലാട് ഗ്രാമത്തിലെ സാധാരണക്കാരിയായ രഞ്ജിത കഠിനാധ്വാനത്തിലൂടെ ഒരു നഴ്സായി മാറിയ വ്യക്തിത്വമായിരുന്നു. അവളുടെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങുകൾ അടുത്തു വരവെയാണ് വിധി രഞ്ജിതയെ തട്ടിയെടുത്തത്. ഗൃഹപ്രവേശനത്തിന് നാട്ടിലേക്ക് വരുമ്പോൾ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും യാത്ര പറഞ്ഞ് താൻ താമസിയാതെ വരുമെന്ന് പറഞ്ഞ് യാത്ര തിരിച്ച രഞ്ജിതയെ കാത്തിരുന്നത് മരണമെന്ന ക്രൂരവിധിയായിരുന്നു. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും ആശങ്കകൾക്കും ഒടുവിൽ സഹോദരന്റെയും അമ്മയുടെയും DNA സാമ്പിളുകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലൂടെയാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. ജൂൺ 24-ന് രഞ്ജിതയുടെ ചേതനയേറ്റ ശരീരം അവളുടെ സ്വപ്നങ്ങളുടെ കവാടമായ പുതിയ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന വേദന വാക്കുകൾക്ക് അതീതമാണ്. ഞങ്ങളുടെ രഞ്ജിത പുതിയ വീട്ടിലേക്ക് വരുന്നത് ഗൃഹപ്രവേശനത്തിന് വേണ്ടിയല്ലല്ലോ എന്ന് പറഞ്ഞ് ആ അമ്മ നെഞ്ചത്തടിച്ച് കരയുന്നത് ആർക്കും താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം വിമാനം നിയന്ത്രണം വിട്ട് തകർന്നു വീഴുകയായിരുന്നു. നഗരമധ്യത്തിലെ BJ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ MBBS വിദ്യാർത്ഥികൾ താമസിക്കുന്ന മെസ്സിലും PG വിദ്യാർത്ഥികളും സ്പെഷ്യൽ വിഭാഗത്തിലുള്ളവരും താമസിക്കുന്ന ഹോസ്റ്റലിലുമായിരുന്നു വിമാനം ഇടിച്ചിറങ്ങിയത്. സാധാരണ വിമാന അപകടങ്ങൾ വിജനമായ പ്രദേശങ്ങളിലോ കടലിലോ പർവ്വതങ്ങളിലോ സംഭവിക്കുമ്പോൾ ഈ അപകടം നഗരമധ്യത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഹോസ്റ്റലിന് മുകളിലേക്ക് തകർന്നു വീണുവെന്നത് ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. വിമാനം ഇടിച്ചു താഴ്ന്ന് നിലം പതിക്കുമ്പോൾ ഉണ്ടായ തീവ്രമായ ശബ്ദവും സ്ഫോടനവും പരിസരവാസികളെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തി. കത്തുന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും മനുഷ്യ ശരീരങ്ങളും ചിതറിത്തെറിച്ചത് രക്ഷാപ്രവർത്തകർക്കും നാട്ടുകാർക്കും ഒരുപോലെ നടുക്കമുണ്ടാക്കി. അപകടം നടന്നയുടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അഗ്നിശമന സേനയും ദുരന്ത നിവാരണ സേനയും പോലീസും നാട്ടുകാരും ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു. എന്നാൽ തീവ്രമായ ചൂടും പുകയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായി. അപകട സ്ഥലത്തു നിന്നും ഉയർന്നു പൊങ്ങിയ കറുത്ത പുക ആകാശത്തേറെ നേരം തളം കെട്ടിനിന്നു. മരിച്ചവരിൽ മുൻ മുഖ്യമന്ത്രിയും സാധാരണക്കാരും ഉൾപ്പെട്ടിരുന്നു. ഈ ദുരന്തത്തിന് ഇരയായവരിൽ സാധാരണക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരുണ്ടായിരുന്നു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഈ വിമാനാപകടത്തിൽ മരണപ്പെട്ടുവെന്ന വാർത്ത വലിയ ഞെട്ടലുണ്ടാക്കി. രാജ്യത്തിന്റെ ഭരണത്തലപ്പത്തിരുന്ന ഒരു വ്യക്തിയുടെ മരണം ഈ ദുരന്തത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. മെഡിക്കൽ വിദ്യാർത്ഥികളായ നിരവധി യുവതിയുവാക്കളുടെ സ്വപ്നങ്ങളാണ് ഈ ദുരന്തത്തിൽ കത്തിയമർന്നത്. നാളത്തെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ആകേണ്ടിയിരുന്ന അവരുടെ അകാല വിയോഗം രാജ്യത്തിന് വലിയ നഷ്ടമാണ് വരുത്തിവെച്ചത്. വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന നിരവധി മലയാളി കുടുംബങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ കേരളവും വലിയ ആശങ്കയിലായി. ഓരോ ദിവസവും പുതുതായി പുറത്തു വരുന്ന വാർത്തകൾ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മുൾമുനയിൽ നിർത്തി. DNA പരിശോധനയിലൂടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികൾ ദിവസങ്ങളെടുത്തു. ഈ കാലയളവിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണത്തിന് വ്യോമയാന മന്ത്രാലയം ഉത്തരവിട്ടു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി വിശദമായി പരിശോധിച്ചു വരികയാണ്. സാങ്കേതിക തകരാറാണോ അതോ പൈലറ്റിന്റെ പിഴവാണോ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഈ അപകടം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ പരിശോധനകൾ, ജീവനക്കാർക്കുള്ള പരിശീലനം എന്നിവയിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ലെന്നും ഇത് അടിവരയിടുന്നുണ്ട്. അഹമ്മദാബാദ് വിമാന ദുരന്തം ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ കറുത്ത ഏടാണ്. ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയും ഓരോ കുടുംബത്തിനും സമൂഹത്തിനും തീരാ നഷ്ടമാണ്. രഞ്ജിതയെ പോലുള്ളവരുടെ ഓർമ്മകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതം എത്രമാത്രം അപ്രതീക്ഷിതമാണെന്നും ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നുമാണ്. ദുരന്തത്തിന്റെ വേദനയിൽ നിന്നും കരകയറാൻ അവരുടെ കുടുംബങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ശക്തി ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം. ഈ ഓർമ്മകൾ ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള പാഠങ്ങളായി മാറട്ടെ.